ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കാന്നറിയോ എന്റെ ഈശ്വരമംഗലത്തേക്ക് പോയിട്ട്. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഞാൻ പോയത്. എന്നിട്ട് തീരുമാനം എന്തെങ്കിലും ആയാ? ഏകദേശം ഒരു തീരുമാനം ആയിന്ന് തന്നെ പറയാം. സത്യാണോ? അതേന്നേ. തൽക്കാലത്തേക്ക് ഡിസ്ചാർജ് ആയാലും നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാന്നാ നിധി പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് പോവാനാ? എന്തിന്? നേരെ ഈശ്വരമംഗലത്തേക്ക് പോയാ പോരാർന്നാ? അതല്ലടി മോളെ, നിന്റെ തിരിച്ചു വരവ് ഗംഭീരാക്കാനാ നിധി ആലോചിക്കുന്നത്. എന്തൊക്കെയോ പൂജയോ ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് വേണം നിന്നെ തിരിച്ചു കൊണ്ടുപോകാനാണ് നിധി പറയുന്നത്. അതെയോ? ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ മനസ്സിനകത്ത് വല്ലാത്തൊരു സന്തോഷം. അത് മാത്രമല്ലെന്നേ, നിധി ഇത് എന്നോട് പറഞ്ഞത് രഹസ്യമായിട്ടൊന്നുമല്ല. ആ പാർവതിയും വസുന്ധര മേഡം ഒക്കെ കേൾക്കയാ ഇത് പറഞ്ഞത്. പാർവതിക്ക് എന്തായാലും ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. അതൊന്നും കാര്യാക്കണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിധി ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞിരിക്കുന്നത്. നിധി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഈശ്വരമംഗലത്തേക്കുള്ള തിരിച്ചുപോക്ക് എങ്ങനായിരിക്കണമെന്ന്. അവള് വരട്ടെ. എത്ര? 100. ഹലോ നിധി, നീ ആശുപത്രിയിലെത്തിയോ? ഞാൻ ഹോസ്പിറ്റലിന് പുറത്ത് നിൽക്കുക ഗൗതം. എന്തായി ലാബിലെ കാര്യം? ശിവാനിയുടെ വിധിപ്പകർപ്പ് കിട്ടി. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. കാര്യങ്ങളൊക്കെ നമ്മൾ ഊഹിച്ച പോലെ തന്നെയാ. ലാബ് റിപ്പോർട്ട് ഗൗതം വായിച്ചു നോക്കിയോ? അവളപ്പോ പോയിസൺ ഒന്നും അല്ല കഴിച്ചത്, അത് ഉറപ്പായി. ഇത്രയും വലിയൊരു ചതി നമ്മൾ പ്രതീക്ഷിച്ചതല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ അങ്ങെത്തും. ഡ്രൈവിംഗില. നീ അകത്ത് കയറി എല്ലാം തുടങ്ങി വെച്ചോ, ഞാൻ ജോയിൻ ചെയ്തോളാം. വേഗം എത്തുമല്ലോ. ഒരു 10 മിനിറ്റ് നീ കയറിക്കോ. ശരി. ആ ഡോക്ടറുടെ പേടി കണ്ടപ്പോ പണി പാളിയോന്നൊരു സംശയം തോന്നി എനിക്ക്. അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും നിധിക്കില്ലമ്മ. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാ ഞാനും വസുന്ധരാന്റിയും ഈ ആത്മഹത്യ നാടകത്തിന് ഇറങ്ങിയത്. എന്തായാലും ഇതെങ്കിലും ഫലം കണ്ടല്ലോ, അത് മതി. വാ നിധി, എന്താ അവിടെ തന്നെ നിന്നളഞ്ഞത്? ഒന്നുമില്ല. മോളെന്താ അവിടെ നിന്ന് ആലോചിച്ചേ? ഒന്നുമില്ല, ഇവളുടെ വിധിയെപ്പറ്റി ആലോചിച്ചതാ. എന്തുപറ്റി എനിക്ക്? അല്ല, വേറൊന്നുമല്ല. എന്ത് സ്ട്രോങ് ആയ പോയിസണാ നീ എടുത്ത് കുടിച്ചത്. എന്തേലും പറ്റിപ്പോയിരുന്നെങ്കിൽ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റുമായിരുന്നു. സത്യം, മോളും ഗൗതവും ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോ ഇവക്ക് ഇങ്ങനൊരു യോഗം ഉണ്ടായത്. നിധി, എപ്പോഴത്തേക്കാ നമുക്ക് ഈശ്വരമംഗലത്തേക്ക് പോകാൻ പറ്റുക? എന്തൊക്കെയോ പൂജയും മറ്റും നീ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു. അതെ അതെ, വലിയ പരിപാടികളൊക്കെയാ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പൂജയ്ക്കുള്ള ചാർത്തും കൊണ്ടേ ഗൗതം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. പാവം ഗൗതം, ഇവക്ക് വേണ്ടി എന്തുമാത്രാ കിടന്ന് ഓടുന്നു. അതൊന്നും സാരമില്ല അമ്മായി, ഇവൾക്ക് വേണ്ടിയല്ലേ. ഗൗതമിന് 100 ആയുസ. ഗൗതമിന്റെ കാര്യം പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. തിരുമിനി ചാർത്തൊക്കെ എഴുതി തന്നോ മോനെ? ചാർത്തോ? എന്ത് ചാർത്ത്? ശിവാനിക്ക് വേണ്ടിയുള്ള പൂജയുടെ ചാർത്തില്ലേ, ഗൗതമിന്റെ കയ്യിലുള്ളത്. ഈ ചാർത്ത് അതെല്ലാം റെഡി ആയിട്ടുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പൊട്ടൂടെ? പോവാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഞാനും നിധിയും കൂടെ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. ശരി, എന്നാ വേഗം പോയിട്ടാ. അമ്മേ, എല്ലാം പാക്ക് ചെയ്യ്. വാ. ഈ റിപ്പോർട്ടിൽ എന്താ ഗൗതം എഴുതിയിരിക്കുന്നത്? വായിച്ചു നോക്ക്.
ശിവാനി കുടിച്ചത് നല്ല ഒന്നാം തരം വൈറ്റമിൻ സിറപ്പായിരുന്നു. കണ്ടില്ലേ? കൃത്യമായി ശിവാനി ഒരുക്കിയ ട്രാപ്പിൽ നമ്മൾ ചെന്ന് വീണു കൊടുത്തല്ലേ ഗൗതം? എല്ലാവരുടെ മുമ്പില് നമ്മളെ അവള് വിഡ്ഢികളാക്കിയല്ലോ. എന്റെ പദ്ധതികളും ലക്ഷ്യവും എല്ലാം പാളിപ്പോയല്ലോ. ഛേ, ഇപ്പൊ തന്നെ ചെന്ന് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാ തോന്നുന്നത്. പക്ഷേ ഈ ഡോക്ടർ കൂടി ഇതിനൊക്കെ കൂട്ടുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ശിവാനിയെ മാത്രമല്ല ഗൗതം, ആ ഡോക്ടറെ വെറുതെ വിടാൻ പാടില്ല. ആ, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കും.